നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. RCB തുടർച്ചയായി രണ്ടാമതും IPL കിരീടം നേടിയിരിക്കുന്നു. ഇന്ന് നടന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് RCB വിജയം കരസ്ഥമാക്കിയത്. 18 ഓവറിൽ വിജയലക്ഷ്യം പൂർത്തിയാക്കിയ RCBക്ക് വേണ്ടി വിരാട് കോഹ്ലി 75 റണ്ണുമായി പുറത്താകാതെ നിന്നു. അവർക്ക് വേണ്ടി ഓപ്പണർ വെങ്കടേഷ് അയ്യർ 32ഉം ടിം ഡേവിഡ് 24ഉം റണ്ണെടുത്തു. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 155 റണ്ണാണ് എടുത്തത്. അവർക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദർ 50 റണ്ണുമായി പുറത്താകാതെ നിന്നു. സുന്ദർ ഒഴികെ ഒരു ബാറ്ററും മെച്ചപ്പെട്ട കളി കളിച്ചില്ല. ബംഗളൂരുവിന് വേണ്ടി ഭുവനേശ്വർ കുമാർ 2ഉം ജോഷ് ഹൈസൽവുഡ് 2ഉം റാസിഖ് സലാം 3ഉം വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ കളി ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് RCB ചാമ്പ്യൻഷിപ്പ് ഉറപ്പാക്കിയിരുന്നു. കാരണം 155 റൺ ആ പിച്ചിൽ വളരെ ചുരുങ്ങിയ റണ്ണായിരുന്നു. എന്തായാലും തുടർന്ന് ബാറ്റ് ചെയ്ത RCB 5 വിക്കറ്റ് നഷ്ടപ്പെടുത്തി കളി വിജയിച്ചു. ഇവർക്ക് വേണ്ടി ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി മുഹമ്മദ് സിറാജും കഗിസോ റബാദയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ റാഷിദ് ഖാൻ 2 വിക്കറ്റ് വീഴ്ത്തി. റാഷിദ് ഖാൻ ഇടയിൽ വെച്ച് കളി തിരിക്കുമെന്ന് തോന്നിയെങ്കിലും അതുണ്ടായില്ല. തുടർച്ചയായ 2 വിക്കറ്റുകൾ വീഴ്ത്തി റാഷിദ് ഖാൻ ഗുജറാത്ത് ടൈറ്റൻസിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്നു. പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും തുടർച്ചയായി രണ്ടാമതും RCB കിരീടം നേടിയിരിക്കുന്നു. മുംബൈ ഇന്ത്യൻസിനും CSKയ്ക്കും ചെന്നൈ സൂപ്പർ കിങ്സിനും ശേഷം ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസുമാണ് മുമ്പ് ഇതുപോലെ തുടർച്ചയായി 2 തവണ കിരീടം നേടിയിട്ടുള്ളത്. അവർക്കൊപ്പം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും എത്തിയിരിക്കുന്നു.